ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഓക്സിലറി ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു, അതുപോലെ അപ്പുറത്തും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വയറുണ്ട് ഇവിടെ, അപ്പോൾ അത് ഇതാ ഇവിടെ വരുന്നു കണ്ടോ. ഇത് ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ ഇതിവിടെ വരുന്നു, ഇപ്പുറത്ത് ഇവിടെ വന്നു. അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു ടൈ ഇട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ബാറ്ററിയിലേക്കാണ്. സീറ്റ് എടുത്ത് മാറ്റി ബാറ്ററിയിൽ ഇവിടെ ഇത് കണ്ടോ, ഇതിൻ്റെ റിലേ ആണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്യൂസ് ഇവിടെയുണ്ട്, ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫയറിങ്ങിലൂടെ കടത്തണം. ഫയറിങ്ങിലൂടെ കടത്തി ഇവിടെയുള്ള ഈ രണ്ട് ഓക്സിലറി ലാമ്പിലും കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഓക്കെ, സ്വിച്ചും ഈ പറഞ്ഞ പോലെ ഒരു കേബിളുണ്ട് ഇവിടെ, ഉണ്ടാവും. ഇത് കണക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ജസ്റ്റ് ട്രൈ നോക്കണം. ഞാനൊന്നും അഴിക്കുന്നില്ല, അഴിക്കാതെ തന്നെ ഫെയറിങ് അഴിക്കാതെ അകത്തുകൂടെ വിടാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തൂടെ ഒരു സ്പേസ് കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം. സക്സസ്ഫുൾ അല്ലെങ്കിൽ നമുക്ക് ഇത് അഴിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഈ വയർ കടത്താനായിട്ടൊരു മാർഗ്ഗം കണ്ടെത്തിയത് ഇതുപോലെ ഒരു നൈസായിട്ടുള്ള ഒരു കോപ്പർ കമ്പി അകത്തേക്ക് ഇട്ട് താഴെ വരുത്തിച്ചു കണ്ടോ. എന്നിട്ട് ഇതിൽ കെട്ടിയിട്ട് അകത്തേക്ക് വലിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫെയറിംഗ് ഒന്നും ഫുള്ളായിട്ട് അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫെയറിംഗ് അഴിക്കുമ്പോൾ അതൊരു ചടങ്ങാണ്, എല്ലാ സ്ക്രൂസും മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം പുറത്ത് കടത്തി കണ്ടോ, ഇതും പിന്നെ ഇതും. സോറി, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് രണ്ടെണ്ണം കടത്തി, ഇനി ഒരെണ്ണം കൂടി കടത്താനുണ്ട്. ഇവനെ കൂടി കടത്തണം. അപ്പോൾ അതിനുള്ള പണിയിലാണ്. നമുക്ക് നോക്കാം ഇത് കൂടി കടക്കുമെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സക്സസ്ഫുള്ളായിട്ട് അടുത്തതും വലിച്ചു പോകുന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് പോളും ബാറ്ററിയിൽ കണക്ട് ചെയ്യാനുള്ള രണ്ട് പോളും ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇവിടെ ഫ്യൂസ് ഉണ്ട്. പിന്നെ ഇതാണ് അതിന്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം പോസിറ്റീവ് കണക്ട് ചെയ്തു. ഓക്കെ, കണക്ട് ചെയ്തു. ശേഷം നെഗറ്റീവ് കണക്ട് ചെയ്തു. ഓക്കെ, എവരിത്തിങ് പക്ക. ഇത് ഞാൻ അടിയിലേക്ക് ഇറക്കി വെച്ചു, കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് ഈ റിലേ ഞാൻ അടിയിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ സ്വിച്ചുണ്ട്. സ്വിച്ച് ഞാനിവിടെ കണക്ട് ചെയ്തു. ഇത് വിട്ടുപോയി, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൂടി കണക്ട് ചെയ്തിട്ട് സോ ഇത് ഞാനിവിടെ ടൈ ആക്കി വെച്ചു. ഇത് കണക്ട് ചെയ്തു. ഓക്കെ, ഈ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷനാണ് ഇവിടെ കണക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ജംഗ്ഷൻ. പിന്നെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ ഒരു ഓക്സിലറി ലാമ്പിലേക്ക് പോകുന്നു, ലൈറ്റിലേക്ക് പോകുന്നു, മറ്റൊന്ന് ഇവിടെ പോകുന്നു. ഓക്കെ, ഇത് ഞാനിവിടെ ടൈ ചെയ്ത് വെച്ചു, കാണാൻ പറ്റും ടൈ നോട്ട്. ഇവിടെയും ടൈ നോട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നേരിട്ട് ഇങ്ങനെ വരികയാണ് കണ്ടോ, നേരിട്ട് ഇതിലൂടെ ഇങ്ങനെ വയറ് പോകുന്നു. ഓക്കെ, സെയിം ലൈക്ക് ദ അതർ സൈഡ്. അവിടെയും അങ്ങനെ തന്നെ കണ്ടോ, വയറ് ഇതിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സീറ്റ് വെച്ചിട്ടില്ല, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ. വണ്ടി സ്റ്റാർട്ടായി. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. യെസ്, സക്സസ്ഫുൾ. അപ്പോൾ രണ്ട് ലൈറ്റും കത്തുന്നുണ്ട്, അപ്പുറത്തും കത്തുന്നുണ്ട്. ഞാൻ ഈ ഹാലജൻ മാറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഹാലജൻ മാറ്റാറുണ്ട്. കാരണം ഞാൻ പറയാം, വൺ മോർ. ഇനി ഒരു തവണ മാറ്റിയാൽ ലൈറ്റ് വേറെ രൂപത്തിൽ മറ്റേ നമ്മുടെ ഹാലജൻ സ്റ്റൈലാവും കണ്ടോ. അപ്പോൾ ഹാലജൻ കളറായി. ഇനി ഇട്ടാൽ ഒന്ന് ഹാലജനും ഒന്ന് LED ആവും. ഇനി ഇട്ടാൽ രണ്ട് LED ആവും കണ്ടോ. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ഹാലജൻ മാറ്റായിരുന്നു വെച്ചാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ LED ആവുമ്പോൾ നമ്മുടെ സാധാരണ നിരത്തിലൂടെ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ
LED ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ കണ്ണിലേക്ക് അടിച്ച് അവർക്കത് ബുദ്ധിമുട്ടാവും. സോ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഹെഡ് ലാമ്പ് വണ്ടിയുടെ ഒപ്പം വരുന്ന സ്റ്റോക്ക് ഹെഡ് ലാമ്പ്, ഹാലജൻ ലാമ്പ് മാറ്റിയിട്ടില്ല. പലരും മാറ്റുന്നതായി കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ മാറ്റിയിട്ടില്ല. അത് ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പുതിയ VS6 എൻ്റെ ഒപ്പം വരുന്ന ഹെഡ് ലാമ്പ് വേണമെങ്കിൽ നമുക്കത് വെച്ച് നോക്കാവുന്നതാണ് പിന്നീട്. ഓക്കെ, ഇപ്പോൾ ഏതായാലും നമുക്കിങ്ങനെ പോട്ടെ. നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഈ ഓക്സിലറി ലാമ്പ് ഉപയോഗിക്കുകയും ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളൊരിക്കലും നമ്മുടെ ഹൈവേയിലൂടെ നിരത്തിലൂടെ പോകുമ്പോൾ ഈ ഓക്സിലറി ലാമ്പ്സ് ഉപയോഗിക്കരുത്. സ്റ്റോക്ക് വൈസർ ഞാൻ മാറ്റി, എന്നിട്ട് GVയുടെ വൈസർ തന്നെ ഇട്ടു. പിന്നെ ഇപ്പം ഞാൻ ഒരു 40-50 പോകുമ്പോൾ ചെറിയൊരു ബഫറ്റിങ് ഹെൽമെറ്റിലുണ്ട്. പക്ഷേ നമ്മളത് ഹൈ സ്പീഡിൽ പോകുമ്പോൾ 100, 110, 120 പോകുമ്പോൾ അത് നമുക്ക് ഹെൽപ്ഫുൾ ആകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശരിയായ ഫംഗ്ഷൻ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ബട്ട് എനിഹൗ ജസ്റ്റ് ഞാനത് മാറ്റൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഈ 4 നട്ട് ഇത് മാറ്റണം. ഇത് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് 4 ബുഷുണ്ട് സ്റ്റോക്കിനോടൊപ്പം. ആ ബുഷ് എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് സ്ക്രൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്. ഒരല്പം നമ്മൾ റിസ്ക് എടുത്ത് തന്നെ ചെയ്യണം. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് സ്വന്തമായിട്ട് ചെയ്തില്ല. ഞാനിത് വാങ്ങിച്ചത് കലൂരുള്ള ഓട്ടോക്കീനിൽ നിന്നാണ്. അപ്പോൾ ഓട്ടോക്കീനിൽ നമ്മുടെ സുഹൃത്ത് സാബു ഉണ്ട്. സാബു തന്നെ അതെനിക്ക് ഫിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ പൊട്ടിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ സാബുവിൽ നിന്നത് വാങ്ങിച്ചത് ആക്ച്വലി, ഓട്ടോക്കീൻ കലൂര്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സാബുവിനെ ബന്ധപ്പെട്ടാൽ മതി. സാബു ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം നന്നായി ഹെൽപ്പ് ചെയ്യും നമ്മളെ. അപ്പോൾ അദ്ദേഹത്തിന് അത് വാങ്ങിക്കാവുന്നതാണ്. ഇത് ഒരു ഇൻസ്റ്റാളേഷൻ. പിന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് എൻ്റെ ഇതാണ് ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ നക്കിൾ ഗാർഡ്. സോ നക്കിൾ ഗാർഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ വണ്ടി മറിയുമ്പോഴൊക്കെ നമ്മുടെ കൈക്ക് വലിയ പ്രൊട്ടക്ഷനാണ് നക്കിൾ ഗാർഡ് തരിക. അപ്പോൾ 2 ഭാഗത്തും നക്കിൾ ഗാർഡ് ഞാൻ വെച്ചു. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട്, ഡിസഡ്വാൻറ്റേജ് അല്ല അത്, ഇതൊരു എന്താ പറയുക, നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ ഈ ബാർക്ക് ബസ്റ്ററിൻ്റെയും ഈ പാനലും, ആ ബ്ലാക്ക് പാനലും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് 2 ഭാഗത്തും ഫുൾ വളക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ റൈസർ വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡിൽ ബാറിൽ റൈസർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങും. അപ്പോൾ അത് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മുട്ടിലായിരിക്കും, അറിയില്ല, ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഭാഗത്ത് കണ്ടോ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഈ ഭാഗത്ത് ഞാനൊരു എന്തെങ്കിലും ഒരു കുഷൻ ടൈപ്പ് സംഭവം ഇവിടെ ഒട്ടിച്ച് വെക്കും, 3M ടേപ്പോട് കൂടിയുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ ടച്ച് ചെയ്താലും പ്രശ്നമില്ലല്ലോ. ഈ പെയിൻറ്റ് ഇതിൻ്റെ ആ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ലെയർ പോവില്ല. ഓക്കെ, ബട്ട് ഓവറോൾ ഐ തിങ്ക് നൗ ബൈക്സ് ലുക്സ് വെരി നൈസ്, വെരി അട്രാക്റ്റീവ് വിത്ത് ഓൾ ദീസ് എംബലിഷ്മെൻറ്റ്സ്. ഈ ഒരു അലങ്കാരങ്ങളോടെ ബൈക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ ആളെ കൊണ്ട് ഓടിപ്പിച്ച് നോക്കി ദൂരെന്ന്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞോന്നറിയില്ല, ഇവിടെ ഞാൻ ഈ നമ്മുടെ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഇത് ഞാൻ ബോംബെയിലെ വെനം ആക്സസറീസിൽ നിന്ന് വാങ്ങിച്ചതാണ്. വളരെ നല്ല സ്റ്റേഡി ആയിട്ട് തോന്നുന്നു. 2mm ആണ് ഇതിൻ്റെ ഗേജ്. ഉണ്ടോ, ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ ഒരു ഹെവി ബൈക്കായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കണ്ടോ, നട്ട് ലൂസാക്കി കൊടുത്തു, ലൂസാക്കില്ല, അഴിച്ചു ആക്ച്വലി, ഇൻ കേസ് നമ്മൾ വലിക്കുമ്പോൾ പൊട്ടണ്ടെന്ന് വിചാരിച്ച്. പിന്നെയാണ് ഞാൻ ഈ കോപ്പർ ത്രെഡ് വെച്ചിട്ട് അത് മാനേജ് ചെയ്തത്. ഇങ്ങനത്തെ കോപ്പർ ത്രെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഓക്കെ.